നിങ്ങൾ നിങ്ങളോട് ട്രൂ ആയിട്ട് അല്ല നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ സിനിമയിൽ വന്ന് എന്ത് ഡയലോഗ് പറഞ്ഞാലും ഞങ്ങൾ കൈയടിക്കും, അങ്ങനെ ഓഡിയൻസ് അല്ല. ദേ ഹാവ് ചേഞ്ച്ഡ് ഫോർ ഗുഡ്. ഇത്രയും ടൈം എടുത്തു, ഈ വിപ്ലവം ഒരു ദിവസം കൊണ്ട് വരില്ല എന്നുള്ളതാണ്. യു ആർ ഹാപ്പി അബൌട്ട് ഇറ്റ് അല്ലേ? ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. Am I stressed? Yes. Am I angry? Still? Yes. നമ്മളൊക്കെ ഒരുപാട് ദൂരത്തിലാണ് ഇപ്പോഴും. ലീഗൽ സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിലും സപ്പോർട്ട്, ഓരോരുത്തരും പുറത്തു വന്ന് അവരവരുടെ ഇഷ്യൂസ് പറയുമ്പം അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് സിസ്റ്റം ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ലെവലിൻ്റെയൊക്കെ ഒരുപാട് താഴെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ 7 വർഷം മുമ്പുള്ള പോലെയല്ല ഇപ്പോൾ. സോ നമ്മൾ പോലും അത് കാണാൻ കഴിയില്ല. ഇതിനോട് ഒത്തിരി അടുത്ത് നിൽക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. കുറച്ചൊരു ബേർഡ്സ് ഐ വ്യൂവിൽ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് 2017 കളക്റ്റീവ് തുടങ്ങുന്ന സമയത്താണെങ്കിലും ഒരു 7-8 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഇതിനെ പറ്റിയിട്ട് പബ്ലിക്കിലുള്ള കോൺവെർസേഷൻസിൻ്റെ മാറ്റം കാണുമ്പം വി ആർ പ്ലെസൻ്റ്ലി സർപ്രൈസ്ഡ്. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക്, ഓ, വി ഡോണ്ട് ഹാവ് ടു വർക്ക് ദാറ്റ് ഹാർഡ്, വി ഡോണ്ട് ഹാവ് ടു ഷൗട്ട്. അത്രയും ഒച്ചത്തിൽ നമ്മളിപ്പോൾ ഷൗട്ട് ചെയ്യേണ്ടി വരുന്നില്ല. കാര്യം ആലൈഷിപ്പ് അത്രയും വലുതായിട്ടുണ്ട്. മതിയോന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക്. ഞാൻ ഭയങ്കര ഗ്രീഡിയാണ്, എനിക്ക് ഒരിക്കലും മതിയാവില്ല. ഐ വിൽ കീപ് എക്സ്പെക്റ്റിംഗ് മോർ ആൻഡ് മോർ ആൻഡ് മോർ. ബിക്കോസ് അത്രയും നമ്മൾ സെൽഫ് റിഫ്ലക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ മറ്റൊരാളുടെ വിഷമമോ അല്ലെങ്കിൽ അവരിത് അണ്ടർഗോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരവരുടെ വിഷമം പറയുമ്പോൾ നമ്മൾ എഫക്റ്റഡ് ആവുകയാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ. ഞാൻ പറയുകയാണ് എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് ഞാൻ 10 തവണ കരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അപർണ ഇസ് ലൈക്ക്, ഒന്ന് നിർത്തും, നിനക്ക് ഭക്ഷണം ശരിക്കും കിട്ടിയിട്ടില്ല, മനസ്സിലായി, ബട്ട് യു ആർ ഗെറ്റിംഗ് യുവർ ഫുഡ്, റൈറ്റ്? വൈ ആർ യു ഗെറ്റിംഗ് ദെൻ എഫക്റ്റഡ് ബൈ മീ ക്രൈയിങ് അബൌട്ട് ഇറ്റ്? ഐദർ യു ഗിവ് മീ ദ ഫുഡ്, ഷെയർ ദ ഫുഡ്, ഓർ യു തിങ്ക് അബൌട്ട് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് ചേഞ്ച് ദ സിസ്റ്റം അലോങ് വിത്ത് യു. ആരും അവരുടെ ഫുഡ് എടുത്ത് കൊണ്ടുപോകുന്നില്ല. ഇങ്ങനെ പോലും വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ബിക്കോസ് ദേ ആർ ലൈക്ക്, എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഇതുവരെ നമ്മൾ സിനിമകൾ ചെയ്തു വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. സോ മൈ പ്രോബ്ലം ഇസ് ഇപ്പോഴും ദോസ് എലമെൻറ്റ്സ് ആർ ദെയർ. അവരിത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ അത്രയും ക്വയറ്റായിട്ട് നിൽക്കുന്നു. അതെ, ബെനിഫിറ്റ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്, ആലൈസ് ആണെന്ന് പറയുന്നത്. അവർ മിണ്ടാതിരിക്കുന്നതിൽ നിന്നും ഒരുപാട് നമ്മുടെ മൂവ്മെൻറ്റ് പിറകിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഈ കൺസേൺസ്. ബട്ട് ഐ എം വെരി ഹാപ്പി വെർ വി ആർ അറ്റ്.